ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സജീവ് ഏട്ടൻ്റെ പുരയിടത്തിലാണ്. ഏകദേശം 6 ഏക്കറോളം അദ്ദേഹം പാട്ടത്തിനെടുത്ത് മത്സ്യവും മറ്റേ കോഴി ഇറച്ചിക്കോഴികളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം നമ്മൾ മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലോപ്പി, പിന്നെ നമ്മുടെ കരിമീൻ, അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളാണ് കൂടുതലും. പിന്നെ ഞാൻ വന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിലൊക്കെ ഈ മത്സ്യത്തിനും ഈ കോഴിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. 2 പേരുണ്ട്, ഏകദേശം 3 പേരുണ്ട്. ഇത് നമുക്കൊന്ന് കണ്ടുപോകാം. ഇവിടെ എത്ര ഏക്കർ ഏകദേശം ഉണ്ട്? 6 ഏക്കറോളം ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ കൃഷിയാണ് ഏട്ടാ നടത്തുന്നത്? മീനുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പോത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലേ ഇത് തമിഴ്നാടിന്റെ കോമ്പ എന്ന് പറഞ്ഞ തമിഴ്നാടിന്റെ ശരിക്കും പറയാം അവിടുത്തെ നാടൻ പട്ടി എന്നാണ് പറയാം. ഒരു കാവലിന് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നതായിരുന്നു. ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇത് ഒരു കാവലിന് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നതിന് അതാണെങ്കിൽ ഒരു വേറെ ഒരു ജീവികളെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. അത്ര ഇതാണ്. കാണുമ്പം ഭയങ്കര ഇതായിട്ടിരിക്കുന്നെങ്കിൽ അഴിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സ്വഭാവം മാറും. എത്ര മാസം ചെല്ലുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു നമുക്ക് കറക്റ്റ് ഇതിന്റെ അഗ്രസീവും കറക്റ്റ് ഇതിന്റെ സ്വഭാവം പുറത്തുണ്ടെങ്കിൽ 11 മാസം വേണം. 11 മാസം ആകുമ്പോഴാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ തമിഴ്നാട്ടിൽ പോയി എടുത്തതിന് 11 മാസം ആകുമ്പോഴേ ശരിക്കും ഇതിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങുന്നത്. ഇതിപ്പോ 8 മാസം ആയതേ ഉള്ളൂ. 8 മാസമായി. ഇപ്പൊ തന്നെ എന്നാലും ഒരു ജീവികളെ അതിനകത്ത് കയറ്റത്തില്ല, ഒരു വേറെ പട്ടിയോ മറ്റൊന്നിനെ അതിനകത്ത് കയറ്റത്തില്ല. നമ്മൾ രാത്രി മാത്രമേ അഴിച്ചു കൊടുത്തുള്ളൂ അല്ലേ. അപ്പോൾ കോഴികളൊക്കെ നല്ല ഇവിടെ തന്നെ പ്രശ്നമില്ല. വേറെ പുറത്തുള്ള ഒരാളെ അടുപ്പിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളോട് പ്രശ്നമില്ല. മറ്റേ നമ്മുടെ ഇവിടെ കിടന്ന ജീവികളുടെ പ്രശ്നമില്ല. നല്ല കാര്യം സ്നേഹമൊക്കെ. അപ്പുറത്ത് മറ്റേ ജർമ്മൻ, അതും നല്ല ശരിക്കും ഡേഞ്ചറാണ്. എത്ര പ്രായമായി കണ്ട? അതിപ്പോ ഒരു 2 വയസ്സാകാറായി. അതിപ്പോ പ്രഗ്നന്റ് ആണല്ലേ. ഇതിപ്പോ 8 മാസം ആയതേ ഉള്ളൂ. 8 മാസം. ഞങ്ങൾ ഇവിടെ ഒറിജിനൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെയൊക്കെ പലയിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം ഒറിജിനൽ അല്ല. അതുകൊണ്ട് ഒറിജിനലിന് വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ പോയെടുത്തത്. ഇതിപ്പോ ഒരാണും ഒരു പെണ്ണും നമ്മൾ 2 അടുത്തായിട്ട് എടുത്താൽ നമുക്ക് ക്രോസ് ചെയ്യാനോട് കണക്കാക്കിയിട്ടാണ്. അതിനും കൂടെ വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് കണക്കാക്കിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ മത്സ്യകൃഷിയുടെ എന്തൊക്കെ മത്സ്യങ്ങൾ ഏകദേശം? നമ്മൾ മെയിനായിട്ടും കരിമീനും സിലോപ്പിയാണ്. കരിമീനും സിലോപ്പിയാണ് അല്ലേ. അപ്പോൾ അത് ഇപ്പം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസത്തേക്ക് മുമ്പ് നമുക്ക് ഒരു കുറച്ച് 150 കിലോ 2 ദിവസമായിട്ട് പിടിച്ചായിരുന്നു. ഇവിടെ പിടിക്കുന്ന കക്ഷി നമ്മൾ വേറെ 2 പേരുണ്ട് മീൻ പിടിക്കുന്നത്. അവർ കടലിൽ പണിക്ക് പോകുന്നവരാണ്. ഇപ്പോൾ വെള്ളത്തിൽ പോകുന്ന കാരണം ഇപ്പോൾ നാളെ ഏകാദശിയാണ്. നാളെ പിടിക്കും. ഓക്കെ. അത് എങ്ങനെയാണ് കിലോയ്ക്കൊക്കെ? കിലോ കരിമീൻ 500 കൊടുക്കും. സിലോപ്പി 250 അല്ലേ. പിന്നെ ബാക്കി ഇതിൽ ഫുള്ളും സിലോപ്പിയും കരിമീനും തന്നെയാണ്. വേറെ അതിനകത്ത് വേറെ ഭൂമി എല്ലാത്തിനും കുറച്ച് ഭൂമി കിടപ്പുണ്ട്. അത് പറ്റിക്കുമ്പോഴേ കിട്ടാം, വലയിട്ടാലും കിട്ടത്തില്ല. ശരി. അപ്പം ബാക്കി ഈ കോഴിയും ഉള്ളല്ലേ കൃഷിയായിട്ട്? ബാക്കി കൃഷിയായിട്ട് ബ്രോയിലറിന്റെ മെയിനായിട്ട്. പിന്നെ മുട്ടക്കോഴിയുണ്ട്, പിന്നെ പോത്തുണ്ട്. പച്ചക്കറി കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, സമയമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. ഇവിടെ നമുക്ക് പറ്റുന്നില്ല. നേരത്തെ 2-3 ബംഗാളി ഉണ്ടായിരുന്നു. ആണല്ലേ. അവരെല്ലാം പറഞ്ഞു വിട്ടതാണ്. ശരി. ഓക്കെ. സഹായത്തിന് വേറെ എന്തെങ്കിലും കൂടുതൽ ജോലിയുള്ളപ്പം ആരെയും വിളിക്കും. ശരി. അപ്പോൾ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്ത ഒരു വ്ളോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിനോദ്.